ഗൈസ് അപ്പം നമ്മൾ എന്താണ് നാളെ ഈസ്റ്ററാണ്. ഇപ്പം സമയം 11:30 ആവുമ്പോൾ അപ്പോൾ നമ്മൾ പാതിര കുർബാനയ്ക്ക് പോവാണ്. ഓക്കെ ഗൈസ്, നമുക്ക് പാതിര കുർബാനയ്ക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ വീട്ടിലെന്തോ ഞാനൊരു സാധനം ഉണ്ടാകുന്ന നോക്കുന്നതാണ്. എല്ലാവരും പ്രാന്തായിക്കാണ് ഗൈസ്. ഒരാൾ ഒരു വൈറ്റുള്ള ഷർട്ടും പിന്നെ ജീൻസ് ഇട്ടു, എന്നിട്ട് പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ വേറൊരു വൈറ്റ് കളർ ജീൻസ് ഇടാൻ പോവാണ്. അപ്പം ഞങ്ങളങ്ങനെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളുടെയൊക്കെ നിഗൂഢമായ വഴികളിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പള്ളിയെത്തി ചില വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഗൈസ് ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നമ്മൾ 1 മണി ആയേ. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ക്രിസ്മസിനൊക്കെ ഇവിടെ വരുമ്പോഴില്ല ഞാൻ ഉറങ്ങും ഗൈസ്. കാറി കിടന്ന് ഉറങ്ങും, എന്നിട്ട് ഇവിടെ കിടന്ന് കാറി കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ആദ്യമായിട്ട് ഞാൻ ഉറങ്ങാണ്ടിരുന്നത്. ഓക്കെ, നമ്മുടെ ഉയർപ്പിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാമല്ലോ. ഞാൻ ഉയർപ്പിന്റെ വീഡിയോ എടുത്തില്ല, ഞാൻ കണ്ടിട്ട് കൂടിയില്ല. ഞാൻ കണ്ടില്ല ഉയർപ്പ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലാണ് ഈസ്റ്റർ ആഘോഷിക്കണേ. പക്ഷെ നമ്മുടെ വീട്ടിൽ ആഘോഷിക്കും, എന്നാലും നമ്മൾ ഉച്ചയ്ക്ക് ആൻറ്റിയുടെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ട് വരാം. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഞാൻ സാധാരണ മേക്കപ്പ് ഒന്നും ഇടാറില്ല, എന്നാലും നമുക്ക് ഈസ്റ്റർ വേണ്ടി ഇടാം. അപ്പം ഞാൻ ആദ്യം മോയ്സ്ചറൈസറാണ് ഇടുന്നത്. അപ്പം ഞാൻ ഈ മേക്കപ്പ് ഇട്ടാൽ എന്താ പ്രശ്നം എന്നറിയാമോ? ഞാനിത് ഇടുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ കറുത്തിരിക്കും. അതാണത്. നല്ല ഗ്ലേസി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി അടുത്ത സൺസ്ക്രീമാണ് ഇടുന്നത്. വേറെ സൺസ്ക്രീമിന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഇടും വെറുതെ ഡ്രസ്സും. ഡേറ്റ് ലാസ്റ്റ് തിരിച്ചിടുമ്പോൾ ഒരുമാതിരി കരിഞ്ഞുണങ്ങിയ പോലെ ഇരിക്കും. അതാണ് എൻ്റെ ഇത്. നമ്മളുടെ ഹെയർ സ്റ്റൈല് സാധാരണയാണ് വെറുതെ കിട്ടണത്. എനിക്ക് ഇഷ്ടമല്ല വേറെ രീതിയിൽ കിട്ടണ്ടേ. കെട്ടാമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ എന്നെ കൊണ്ടൊന്നും പറ്റൂല. അപ്പം അടുത്തത് നമ്മൾ മസ്കാരയാണ് ഇടുന്നത്. മസ്കാര എനിക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് ഇടാൻ ഇഷ്ടം. എൻ്റെ എക്സ്പ്രഷനൊക്കെ നല്ല, എന്നാലും അവസാനം ഇങ്ങനെയാണ് മുടി കെട്ടിയത്. അപ്പം നമുക്ക് പോവാം. അപ്പം നമ്മൾ പോവാണ് കാറിൽ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ വെറുതെ വായുമ്പളത്തിൽ നോക്കിയേക്കാം. എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉറങ്ങൂല. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കുളിച്ചിട്ട് മുടി അയച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ നമ്മളിനി പടക്കാൻ പൊട്ടിക്കാൻ പോകുന്നു. അപ്പോൾ കഴിച്ച് ഞങ്ങൾ മെഴുതിരി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധനം വെച്ചാൽ ഈ പാക്കറ്റിൻ്റെ ഉള്ളത് മെഴുതിരി പോലത്തെ സാധനം അല്ല, തീപ്പെട്ടി പോലത്തെ നല്ല സാധനമാണ്. നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. എങ്ങനെ കത്തിക്കണം എന്ന് എനിക്കറിയാൻ പാടില്ല. ആദ്യം കൂടെ ഓയേ ഇത് നോക്ക്. ഇതിങ്ങനെ വെറുതെ എന്തൊക്കെ കാണിക്കും. ഓ, ഇവിടെ എന്തോ ഒരു സാധനമുണ്ട്. ഇത് മെഴുതിരി അല്ല, കമ്പിത്തിരി പോലത്തെ സാധനം. ഗൈസ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മെഴുതിരി അതും എടുക്കും. ഇപ്പം തന്നെ നമുക്കിത് കത്തിക്കാം. വാ, കത്തിക്കണ്ടേ?